നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഊഞ്ഞാലാടുന്നുണ്ണി കൃഷ്ണനായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ എൻ്റെ പൂജാമുറിയുടെ സ്റ്റോറി ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഊഞ്ഞാലാടുന്നുണ്ണി കൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, ഊഞ്ഞാലാടുന്നുണ്ണി കൃഷ്ണനെ ഈ സ്റ്റോറിയിൽ കണ്ട ഉടനെ ശ്രീലകത്ത് അതേ രൂപമാണെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ. അപ്പോൾ എന്തായാലും ഊഞ്ഞാലാടുന്നുണ്ണി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. സന്ധ്യാശരത്ത് എന്നൊരു ഭക്ത 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, നാലമ്പലത്തിൽ എപ്പോൾ വേണമെങ്കിലും കയറാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, വഴിപാട് റിസിപ്റ്റ് ആക്കിയാൽ എവിടെയാണ് റിസിപ്റ്റ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. വഴിപാട് കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പ്രസാദ കൗണ്ടറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഷീട്ടാക്കുന്ന ആ വഴിപാടുകളെല്ലാം പ്രസാദ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദം അപ്പം തന്നെ വാങ്ങാൻ സാധിക്കും. രണ്ടാമത്, നാലമ്പലത്തിനകത്തേക്ക് എപ്പോഴും പ്രവേശനമുണ്ടോ എന്ന് ഇല്ല കേട്ടോ. നാലമ്പലത്തിനകത്തേക്ക് ഗുരുവായൂരപ്പൻ്റെ നിവേദ്യ സമയത്തെല്ലാം പ്രവേശനമില്ല. ശിവേലിയുടെ സമയത്തൊന്നും പ്രവേശനമില്ല. അത് ഏതൊക്കെ സമയത്താണ് എന്ന് ചോദിച്ചാൽ, രാവിലെ ആദ്യം തന്നെ 4 മണിക്ക് ആ ഒരു സമയത്ത് ഒരു നേദ്യമുണ്ട്, ആ സമയത്ത് പ്രവേശനമില്ല. അതിനുശേഷം പിന്നെ ഉഷപൂജയുടെ സമയം ഉണ്ട്, ആ സമയം ആളുകളകത്ത് ഉണ്ടാവുന്ന സമയം തന്നെയാണ് നേദ്യാവുക. പക്ഷേ അതിനുശേഷം ശിവേലി, ഉഷപൂജ കഴിഞ്ഞ് ഉടനെ ശിവേലിയാണ്. ആ ശിവേലിയുടെ സമയത്ത് നാലമ്പലത്തിനകത്തേക്ക് ആളുകൾക്ക് പ്രവേശനം ഉണ്ടാവില്ല. നേരെ മറിച്ച് കാഴ്ച ശിവേലി ഉണ്ടെങ്കിൽ സാധാരണ ശിവേലി കഴിഞ്ഞ് കാഴ്ച ശിവേലിയായിട്ട് കൂട്ടി എഴുന്നള്ളിക്കുക എന്ന് പറയും. 3 ആനയോടുകൂടി കൂട്ടി എഴുന്നള്ളിച്ച് തുടങ്ങിയാൽ വീണ്ടും ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കും. സാധാരണ ശിവേലിയുടെ സമയം മുഴുവനും ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടാവില്ല. അതിനുശേഷം പിന്നെ പന്തിരടി പൂജയുടെ നിവേദ്യ സമയത്ത്, പിന്നെ ഉച്ചപൂജയുടെ നിവേദ്യ സമയത്ത്, അത്താഴ പൂജയുടെ നിവേദ്യ സമയത്ത്, ഈ സമയത്തൊന്നും ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ 18 പൂജകൾ നടക്കുന്നുണ്ട്. ഈ പൂജകളുടെ സമയത്തൊക്കെ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കും. പക്ഷെ പൂജയ്ക്ക് നട അടച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രവേശന കവാടത്തിൻ്റെ അവിടെ നിൽക്കാനും പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നട തുറന്നിട്ടല്ലേ അടുത്ത ആൾക്ക് തൊഴാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ കുറച്ച് സമയം ഡിലേ വരും കേട്ടോ. അപ്പോൾ ക്യൂ സംവിധാനത്തിൽ നിൽക്കേണ്ട സമയത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് എന്നും ധരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സൗമ്യ രാജേഷ് എന്നൊരു ഭക്ത, സ്ത്രീ സഹജമായ അശുദ്ധികൾ വരുന്ന സമയത്ത് ലോക്കറ്റ് ധരിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കാം ചോദ്യം. എല്ലാ ദിവസവും ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ധരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കയ്യിലിതാ ഗുരുവായൂരപ്പൻ്റെ മോതിരം ഉണ്ട് കേട്ടോ. ഞാനിത് എല്ലാ ദിവസവും ധരിക്കാറുണ്ട്, മാറ്റി വയ്ക്കാറില്ല. അപ്പോൾ എല്ലാ ദിവസവും ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റി വയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ധരിക്കാം. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ വിശ്വാസങ്ങൾ മാത്രമാണ് ഇവിടെ എല്ലാവരോടും പറയാറുള്ളത്. തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഞാൻ തെറ്റാണെന്ന് തന്നെ പറയും. ചില കാര്യങ്ങൾ ഞാൻ തെറ്റാണെന്ന് വിശ്വസിക്കുന്നുണ്ടാവില്ല, പക്ഷെ എനിക്കത് ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട്. ഇപ്പോൾ ഗായത്രി മന്ത്രം സ്ത്രീകൾ ജപിക്കാൻ പാടുമോ ചോദിച്ചാൽ എനിക്ക് ജപിക്കാൻ സാധിക്കില്ല. പക്ഷെ ജപിച്ചു വെച്ചിട്ട് അബദ്ധമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്നാൽ പോലും ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കേട്ട ശീലം വെച്ചിട്ട് എനിക്കത് ജപിക്കാൻ സാധിക്കില്ല. പക്ഷേ ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഇത് എൻ്റെ വിശ്വാസമാണ്. എല്ലാ ദിവസവും ഭഗവാന്റെ ലോക്കറ്റ്, ഭഗവാന്റെ മോതിരം ഒക്കെ നമുക്ക് ഇടാൻ സാധിക്കും. ഷിബി KP എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, വിഷ്ണു സഹസ്രനാമം എങ്ങനെയാണ് ജപിക്കേണ്ടത്? ഒറ്റത്തവണ മുഴുവനായിട്ട് ജപിക്കണോ അതോ കുറച്ചായിട്ട് ജപിക്കണമെന്നോ? ഒറ്റത്തവണ മുഴുവനായിട്ട് ജപിക്കണം എന്നാട്ടോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വിഷ്ണു സഹസ്രനാമം 107ഓളം ശ്ലോകങ്ങളല്ലേ ഉള്ളൂ. അപ്പം അത് ഒറ്റയിരുപ്പിന് ജപിച്ചിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കുറേശ്ശെ ആയിട്ടല്ല, കുറച്ച് സമയമെടുത്താലും നമുക്ക് ഒറ്റയടിക്ക് തന്നെ എല്ലാം വായിച്ചു തീർക്കാൻ സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കണേ കേട്ടോ. അപർണായസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ആദ്യമായിട്ടാണ് നാരായണീയം വായിക്കാൻ തുടങ്ങിയത്. ശ്ലോകങ്ങൾ പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഓരോ ദശകം നല്ലോണം മനസ്സിലാക്കിയിട്ട് അടുത്ത ദശകം ചൊല്ലുക എന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. അതിൽ തെറ്റുണ്ടോയെന്ന് ഒരു തെറ്റുമില്ല കേട്ടോ. ഒരു ശ്ലോകം വെച്ച് പഠിച്ചാലും മതി. അതെന്തായാലും നന്നായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് നാരായണീയം വായിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് സമയമെടുത്ത് സാവകാശം പതുക്കെ നല്ലോണം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോയാൽ മതി. അതിലൊരു തെറ്റുമില്ല കേട്ടോ.
തിരുവനന്തപുരത്ത് നിന്ന് പത്മചേച്ചി ചോദിച്ചിട്ടുണ്ട്, കളഭാട്ടത്തിൻ്റെ ദിവസം എത്ര നേരമാണ് കളഭാട്ടം കാണാൻ സാധിക്കുക? ക്യൂവിൽ നിന്നുകൊണ്ട് കളഭാട്ടം കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാവോ? ഈ നിർമാല്യം പോലെ തന്നെ പെട്ടെന്ന് തീരുന്നതാണോ കളഭാട്ടം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാട്ടോ, കളഭാട്ടം നമ്മുടെ ആ ഒരു കളഭാലങ്കാരം പോലെ, ഉച്ചപൂജയുടെ കളഭാലങ്കാരം ഉച്ചപൂജ കഴിഞ്ഞ് പിറ്റേ ദിവസം നിർമാല്യം വരെ അങ്ങനെയല്ലേ ഉണ്ടാവുക. അതേമാതിരി തന്നെയാണ് കളഭാട്ടം കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിർമാല്യം വരെയും മറ്റശുദ്ധികളൊന്നും സംഭവിച്ചിട്ടില്ല അയച്ചാൽ ആ കളഭാട്ടത്തോട് കൂടിയിട്ട്, ആ കളഭം ആടിയ രീതിയിൽ, കളഭത്തിൽ മുങ്ങിയ രീതിയിലാണ് നമുക്ക് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുക കേട്ടോ. പത്മചേച്ചിയുടെ തന്നെ മറ്റൊരു ചോദ്യം, നാഗക്കാവിൽ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്ന നാഗക്കാവിലെ ദർശനത്തിന് ടൈമിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല കേട്ടോ, ഇപ്പോൾ വേണമെങ്കിലും കയറി തൊഴാൻ പറ്റും. നാഗക്കാവ് അങ്ങനെ വലിയ മറച്ചു കെട്ടിയ രീതിയിലല്ലല്ലോ നാഗക്കാവ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എപ്പോൾ പോയാലും കാണാനും സാധിക്കും. അവിടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ടാവും, എപ്പോൾ വേണമെങ്കിലും കണ്ടു തൊഴാൻ സാധിക്കും കേട്ടോ. ബിന്ദു ശശിധരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഉദയാസ്തമന പൂജ തന്നെയാണോ അഹസ് വഴിപാട് എന്ന് പറയുന്നതെന്ന്. അല്ല കേട്ടോ, ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ 18 പൂജകൾ, പ്രത്യേക പൂജകൾ 18 എണ്ണം, അത് നടത്തുന്നതിനെയാണ് ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇപ്പോൾ ഏകദേശം 27 വർഷങ്ങൾക്ക് മുമ്പ് ഷീട്ടാക്കിയ ആളുകളുടെ ഉദയാസ്തമന പൂജയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിപ്പോൾ 2050 വരെയുള്ള ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷമുള്ള ആ ഒരു ഡേറ്റിനെ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഉദയാസ്തമന പൂജ ഷീട്ടാക്കിയിട്ട് അത് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അത്രയധികം ദിവസത്തെ ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിലേ നമുക്കൊരു ദിവസം കിട്ടുള്ളൂ. അഹസ് വഴിപാട് എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ പൂജയുടെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ നിവേദ്യത്തിൻ്റെ എല്ലാം ഒരു ഭാഗമായി മാറുക എന്നുള്ളതാണ്. അത് എത്ര പേർക്ക് വേണമെങ്കിലും ഒരു ദിവസം ഷീട്ടാക്കാൻ സാധിക്കും. 3000 രൂപയാണ് ദേവസ്വത്തിലേക്ക് അഹസിൻ്റെ പേരിൽ നമ്മൾ ഷീട്ടാക്കാനായിട്ട് അടയ്ക്കേണ്ടത്. എന്നാൽ ഉദയാസ്തമന പൂജയ്ക്ക് നിലവിൽ 1.5 ലക്ഷം രൂപയും ഇനി ആ കിട്ടുന്ന ദിവസം എത്രയാണോ തുക കൂട്ടി അടയ്ക്കേണ്ടതെന്ന് ദേവസ്വം അനുമാനിക്കുന്നത് ആ തുക അടയ്ക്കുകയും കൂടി വേണം കേട്ടോ. രമ്യ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, കൃഷ്ണനാട്ടംകളിയുടെ അഭീഷ്ടകാര്യ സിദ്ധിക്ക് ഏത് കൃഷ്ണനാട്ടംകളിയാണ് ഷീട്ടാക്കേണ്ടതെന്നും ഒക്ടോബർ മാസത്തിലെ കൃഷ്ണനാട്ടംകളിയുടെ ആ ലിസ്റ്റ് ഒന്ന് പറയുമെന്നും അതുപോലെ തന്നെ കൃഷ്ണനാട്ടംകളി ബുക്ക് ചെയ്തിട്ട് കാണാൻ വരാൻ സാധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൃഷ്ണനാട്ടംകളി കാണാൻ വന്ന് തൊഴുത് നമസ്കരിക്കുക എന്നുള്ളതാണ് അത്യുത്തമമായിട്ട് ചെയ്യേണ്ടത്, മുഴുവനായിട്ടും കളി കാണുക എന്നുള്ളത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഉറക്കൊഴിയാൻ ബുദ്ധിമുട്ടുണ്ട് വെച്ചാൽ ആ കളിയരങ്ങിൽ ഭഗവാന്റെ ഭാഗം എത്തുന്നത് വരെ കാണുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി കളി കാണാൻ വരാൻ സാധിക്കുന്നില്ല, എന്നാൽ എത്രയും പെട്ടെന്ന് കളി ഷീട്ടാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കാണാൻ വരണമെന്നില്ല. വരുന്ന ദിവസം നിങ്ങൾ ഏത് കൃഷ്ണനാട്ടംകളി ആണെങ്കിലും ഒന്ന് കണ്ട് തൊഴുത് നമസ്കരിക്കുക എന്നുള്ളത് ചെയ്യാൻ ശ്രമിക്കൂ. സ്വർഗാരോഹണം ഒഴികെ കേട്ടോ. സ്വർഗാരോഹണം കാണുകയാണെങ്കിൽ അവതാരവും കൂടി കാണണം എന്നാണ് പറയാറ്. അപ്പോൾ ഇനി വരുന്ന ദിവസം കൃഷ്ണനാട്ടംകളി ഉറപ്പായും കാണാം എന്ന രീതിയിൽ വരൂ കേട്ടോ. പുറത്തു നിന്ന് വരികയാണ്, അപ്പോൾ ഷീട്ടാക്കേണ്ട കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി കൃഷ്ണനാട്ടംകളി ഷീട്ടാക്കണമെങ്കിൽ അത് ഏത് ദിവസമാണോ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം ഷീട്ടാക്കിയാൽ മതി. ഇനി ഇവിടെ വന്നതല്ലാതെ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല കേട്ടോ, ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വരുന്ന ദിവസം ഷീട്ടാക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് ഷീട്ടാക്കുക. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. അതേപോലെ അഭീഷ്ടകാര്യ സിദ്ധിക്ക് ഏത് കൃഷ്ണനാട്ടംകളിയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ബാണയുദ്ധം കൃഷ്ണനാട്ടംകളിയാണ് ഭക്തരെ ഷീട്ടാക്കാറുള്ളത് കേട്ടോ അഭീഷ്ടകാര്യ സിദ്ധിക്ക്. അപ്പോൾ എല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒക്ടോബർ മാസത്തിലെ ആ ഒരു കളിയുടെ ലിസ്റ്റ് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്സപ്പ് ചെയ്യൂട്ടോ, അപ്പോൾ പറഞ്ഞുതരാം. കാരണം ഇതിൻ്റെ ഇടയിൽ എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ മറന്നു പോകുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ ഉത്തരങ്ങളൊക്കെ ആയിട്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് മുഴുവൻ ചോദ്യങ്ങളും കണ്ടിട്ട് തന്നെ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് പകുതി വെച്ച് നിർത്തുകയെന്ന് തോന്നുന്നു. എനിക്ക് തന്നെ വളരെ കുറവായി പോയി തോന്നുന്നു ചോദ്യങ്ങൾ. നാളെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തുടർന്നും സത്സംഗത്തുല്യ കാണാം. നമസ്കാരം.